മായന്നൂർ പെട്രോൾ പമ്പിന് സമീപം വിശ്വസ്തമായ ചികിത്സാ സേവനം ഉറപ്പാക്കിക്കൊണ്ട് ചെറുവത്തൂർ മെഡിക്ലിനിക് വിപുലമായ സൗകര്യങ്ങളുമായി ജനങ്ങളിലേക്ക്. ഉദരരോഗം, ത്വക്ക് രോഗം, ഗൈനക്കോളജി, യൂറോളജി, ശിശുരോഗ വിഭാഗം, ഡയബറ്റോളജി, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളിൽ പ്രമുഖ ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ നിശ്ചിത ദിവസങ്ങളിൽ ഉണ്ടാകും. രാവിലെ 6:30 മുതൽ രാത്രി 9:30 വരെ പ്രവർത്തിക്കുന്ന ക്ലിനിക്കിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ഹോം ഡെലിവറി സൗകര്യത്തോടെ ലഭിക്കും. കുറഞ്ഞ ചിലവിൽ ലാബ് പരിശോധനകൾക്ക് പുറമെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം വീടുകളിലേക്കും ലഭ്യമാണ്. ചെറുവത്തൂർ മെഡിക്ലിനിക്, മായന്നൂർ. തിരുവല്ലാമല 9-ാം വാർഡ് കാവേരി വികസന സമിതിയുടെ 21-ാം വാർഷിക പൊതുയോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വികസന കാര്യങ്ങളും ലാഭവിഹിത വിതരണവും യോഗത്തിൽ നടന്നു. തിരുവല്ലോമല ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡ് കാവേരി വികസന സമിതിയുടെ 21-ാം വാർഷിക പൊതുയോഗം ആവേശകരമായി നടന്നു. അരക്കന്മല പട്ടികജാതി സാംസ്കാരിക പഠന കേന്ദ്രത്തിന് സമീപം ചേർന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. തിരുവല്ലാമല ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് വെച്ചാൽ അത് കുടിവെള്ളം തന്നെയാണ്. നമുക്ക് 3 പ്രദേശവും പുഴകളുണ്ട് നമ്മുടെ. പക്ഷെ എന്നിട്ടും തിരുവല്ലാമലയിൽ സമീപ പഞ്ചായത്തുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ജലലഭ്യതയുള്ളത് തിരുവല്ലാമലയാണെങ്കിലും ഏറ്റവും കൂടുതൽ ജലദൗർലഭ്യവും തിരുവല്ലാമലയിൽ തന്നെയാണ്. കാരണം നമുക്ക് വില്ലോമലയുണ്ട് മുകളിൽ, എത്ര മഴ പെയ്താലും വില്ലോമലയുടെ ഒലിച്ച് നേരെ താഴത്ത് 3 സൈഡിലേക്കും പോകുന്നൊരവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ കൊല്ലായ്ക്കൽ ഭാഗം, അതുപോലെ തന്നെ മലേശ്വങ്കലം, തീണ്ടാപ്പാറ, ആ ഭാഗങ്ങളിലൊക്കെ വളരെയധികം കുടിവെള്ള ക്ഷാമം. ഇപ്പോൾ ഇന്നലെ ഒരു ദിവസം വെള്ളം അടിച്ചില്ല ഉച്ചയ്ക്ക് ശേഷം, ഇന്ന് രാവിലെ തൊട്ട് വിളി തുടങ്ങി വെള്ളമില്ലാന്നായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്കിങ്ങനെ ഓരോ ജലനിധി പദ്ധതികൾ ഭംഗിയായി കൊണ്ടു നടത്താൻ കഴിയുക എന്ന് പറയുന്നു. അതുപോലെ തന്നെ അതിൽ നമുക്ക് ആവശ്യമുള്ള ജലം ലഭിക്കുക എന്ന് പറയുന്നത് വളരെയധികം ദൈവകടാക്ഷമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയും. കാരണം പല ഭാഗങ്ങളിലും ഒരു ദിവസം ഒരു വാട്ടർ ടാങ്ക് അവിടെ എത്താൻ ലേറ്റായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശം കൊണ്ട് ആ ടാങ്ക് ഒന്ന് കേടുവന്നാൽ അന്ന് അവിടെ വെള്ളം കിട്ടാത്തൊരവസ്ഥയാണ് ഭൂരിഭാഗം പ്രദേശങ്ങളിൽ. അപ്പോൾ ഇവിടുത്തെ ജലനിധി അതിനെ അപേക്ഷിച്ച് വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. നല്ല വെള്ളം ഉണ്ടല്ലോ സ്വാമി, ഇഷ്ടംപോലെ. പിന്നെ നമ്മുടെ തീരക്കുഴി പുഴയുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. അപ്പോൾ നല്ല രീതിയിൽ നല്ല 80 കുടുംബങ്ങൾക്കും ആവശ്യാനുസരണം വെള്ളം ലഭിക്കുന്നുണ്ടെന്ന് വളരെ സന്തോഷമുണ്ട്. 3 ഭാഗവും ജലത്താൽ ചുറ്റപ്പെട്ടിട്ടും രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പഞ്ചായത്താണ് തിരുവല്ലോമലയെന്നും വേനൽക്കാലത്ത് ടാങ്കർ വെള്ളത്തെ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഭരണംപാടം പ്രദേശം പഞ്ചായത്ത് ഭരണസമിതിക്ക് വലിയൊരു അനുഗ്രഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. സമിതി പ്രസിഡന്റ് ഷൺമുഖൻ വെള്ളക്കുഴി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി പ്രകാശൻ വാർഷിക റിപ്പോർട്ടും ട്രഷറർ സരിത ശക്തിധരൻ വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന ആരോഗ്യപരമായ ചർച്ചകൾക്കൊടുവിൽ പുതിയ ഭരണസമിതി അംഗങ്ങളെ തെരഞ്ഞെടുത്തു. ഗ്രാമപഞ്ചായത്ത് അംഗം സൗമ്യ സുരേഷ്, സമിതി അംഗങ്ങളായ മോഹൻദാസ്, ശോഭ, കൃഷ്ണൻകുട്ടി, കീർത്തി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ജയശങ്കർ ആലുക്കൽ സ്വാഗതവും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഉണ്ണികൃഷ്ണൻ മുല്ലക്കൽ നന്ദിയും രേഖപ്പെടുത്തി. പൊതുയോഗത്തിന്റെ ഭാഗമായി സമിതി അംഗങ്ങൾക്കുള്ള ലാഭവിഹിത വിതരണവും നടന്നു. ന്യൂസ് ഡെസ്ക് CCV.